നമസ്കാരം. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് വോട്ട് ചോരിയെക്കുറിച്ച് സംസാരിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഫൈനൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് 7,42,00,000 വോട്ടർമാർ ആയിരുന്നു. എന്നാൽ വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വോട്ടർമാരുടെ എണ്ണം 7,45,00,000 എന്നാണ് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 7,45,27,868 വോട്ടർമാർ. 3 ലക്ഷത്തിലധികം വോട്ടർമാരുടെ വർധന എങ്ങനെ വന്നു? ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം എങ്ങനെയാണ് 3 ലക്ഷത്തോളം വോട്ടർമാർ അധികമെത്തിയത്? ഈ ചോദ്യങ്ങളാണ് ഇന്നലെ ഉയർന്നത്. ഇത് അവഗണിക്കാവുന്ന ഒരു കണക്കല്ല. 3 ലക്ഷം വോട്ടുകൾ കൊണ്ട് ബീഹാറിലെ ഫലം മാറി മറിയില്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷേ 3 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസം വന്നു എന്നാൽ അതിനർത്ഥം എവിടെയോ എന്തോ കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ്. ഒരു വോട്ടർ പട്ടിക മുന്നിൽ വെച്ച് എല്ലാവരും പ്രചരണം നടത്തുന്നു. അവസാനം ശരിക്കുള്ള പട്ടികയിൽ മറ്റൊരക്കമായിരുന്നുവെന്ന് കമ്മീഷൻ പറയുന്നു. ഇതാണ് ബീഹാറിൽ സംഭവിച്ചത്. പക്ഷേ ഇത് മാത്രമല്ല ദുരൂഹതയായിട്ടുള്ളത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ബീഹാറിൽ നടന്നോ വോട്ടുകൊള്ള? ബീഹാറിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് 7,90,00,000 വോട്ടർമാരായിരുന്നു. ഈ ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് 7,24,00,000 വോട്ടർമാർ മാത്രവും. 66 ലക്ഷം വോട്ടർമാരെയാണ് ഒഴിവാക്കിയിരുന്നത്. പുതുക്കൽ കഴിഞ്ഞപ്പോൾ അത് 7,42,00,000 എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടെടുപ്പ് കഴിഞ്ഞ് പ്രസിദ്ധീകരിച്ച പട്ടികയിൽ 7,45,00,000. അപ്പോഴും 45 ലക്ഷം വോട്ടർമാർ പട്ടികയ്ക്ക് പുറത്താണ്. വോട്ടർമാരുടെ എണ്ണത്തിലെ 3 ലക്ഷത്തിന്റെ വ്യത്യാസമല്ല ശരിക്കുള്ള പ്രശ്നം. അത് സാങ്കേതികമായി എന്തെങ്കിലും ന്യായം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പിടിച്ചു നിൽക്കാൻ സാധിക്കും. എന്നാൽ വോട്ടർ പട്ടികയ്ക്ക് പുറത്തുപോയ 45 ലക്ഷം ആളുകളുണ്ട്. ശരിക്ക് പുറത്തുപോയത് 45 ലക്ഷം ആയിരുന്നില്ല, 65 ലക്ഷമായിരുന്നു. അവരിൽ അപേക്ഷ നൽകി തിരികെ കയറിയവരാണ് 20 ലക്ഷത്തോളം വരുന്ന വോട്ടർമാർ. അപ്പോഴും വോട്ടില്ലാതെ പോയ 45 ലക്ഷം ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിലൂടെ മാത്രമേ വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള സംശയം ഇല്ലാതാവുകയുള്ളൂ. ബീഹാറിൽ വോട്ടില്ലാത്ത ഏതാനും ആളുകളെ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ എത്തിച്ച് അവതരിപ്പിച്ചിരുന്നു. പട്ടികയ്ക്ക് പുറത്തുപോയിട്ട് തിരികെ അപേക്ഷ കൊടുത്തെങ്കിലും കയറാൻ കഴിയാതിരുന്നവരാണ് അവർ. പട്ടികയിൽ നിന്ന് പുറത്തുപോയവരിൽ കുറെയൊക്കെ മരിച്ചവരും സ്ഥിരമായി നാടുമാറിപ്പോയവരും ആകാം. എങ്കിലും എത്ര പേർ ശേഷിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകേണ്ടതുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ വോട്ടുകൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, അത് കണ്ടുപിടിക്കേണ്ടത് പോളിംഗിന് മുമ്പായിരുന്നു. ഈ ആരോപണങ്ങൾ ഉയരേണ്ടത് പോളിംഗ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ എങ്കിലുമായിരുന്നു. അത് രണ്ടും ഉണ്ടായില്ല. ബീഹാറിലെ ഈ വിജയത്തിന് നിതീഷ് കുമാറിന്റെ തന്ത്രങ്ങളും നരേന്ദ്രമോദിയുടെ പ്രചാരണവും തന്നെയാണ് ഒന്നാമത്തെ കാരണം. ആ വസ്തുത അംഗീകരിച്ചുകൊണ്ട് വേണം വോട്ടുകൊള്ള നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ. വോട്ടർ പട്ടികയെക്കുറിച്ച് RJD പ്രവർത്തകർ പറഞ്ഞ പോരായ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. SIRന് ശേഷം വന്ന വോട്ടർ പട്ടിക ഏത് ബൂത്തിൻ്റെതാണ് എന്ന് മനസ്സിലായതുപോലുമില്ല എന്നാണ് അവർ പറഞ്ഞത്. കാരണം പല വീട്ടിലും അറിയുന്ന ആളുകൾക്ക് വോട്ടില്ല, അറിയാത്ത ആളുകൾ അവിടെ വോട്ടർമാരായി എത്തുന്നു. പട്ടികയിൽ പേരുള്ള പലരെയും കണ്ടെത്തി വോട്ട് ചോദിക്കാൻ കഴിഞ്ഞില്ല. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന്റെ പിന്നാലെ തെരഞ്ഞെടുപ്പിലേക്ക് പോയതിനാൽ എന്താണ് നടക്കുന്നത് എന്നുപോലും ആർക്കും വ്യക്തമായില്ല. ബൂത്ത് ഏജന്റുമാർ 1 വർഷം വരെ തയ്യാറെടുത്താണ് വോട്ടർ പട്ടിക സാധാരണ പഠിച്ചെടുക്കുന്നത്. 1 ഡസൻ തവണയെങ്കിലും വീടുകളിൽ കയറി ഇറങ്ങിയാണ് വോട്ടർമാർ ആരൊക്കെയെന്ന് മനസ്സിലാക്കുന്നത്. പട്ടിക പ്രസിദ്ധീകരിച്ച് ഒരാഴ്ചത്തെ ഇടവേള പോലും കിട്ടാതെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ഓരോ വോട്ടർമാരും എവിടെയാണെന്ന് പട്ടികയിൽ കണ്ടെത്തി വരുമ്പോഴേക്കും പോളിംഗ് ദിനമാകും. ബൂത്തുകളിലെത്തി വോട്ട് ചെയ്തവർ ആരൊക്കെയാണെന്ന് പോലും ഏജന്റുമാർക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളും ഉയർത്തിയ പ്രധാന പ്രശ്നം. CPIML ആണ് ഫലപ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ സംശയം ഉന്നയിച്ച് ആദ്യം രംഗത്ത് വന്നത്. വോട്ടർമാരുടെ എണ്ണത്തിലുള്ള വ്യത്യാസം ആദ്യം പറഞ്ഞതും CPIML ആണ്. പക്ഷേ 3 ലക്ഷം വോട്ടിന്റെ ആ വ്യത്യാസം പറഞ്ഞ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ സംശയത്തിലാക്കാൻ കഴിയില്ല. കോടതികളിൽ തെളിയിച്ചെടുക്കാനും സാധിച്ചേക്കില്ല. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാലും റദ്ദാക്കുന്നതിന് തടസ്സമില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ അങ്ങനെ റദ്ദാക്കാനുള്ള കാരണങ്ങളുമായി ആരും സുപ്രീം കോടതിയെ സമീപിച്ചില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഒറ്റ പരാതി പോലും ഇല്ലാതെയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയത് എന്നായിരുന്നു ആ അവകാശവാദം.
പോളിംഗിലോ കൗണ്ടിങ്ങിലോ ഒരു പരാതി പോലും കമ്മീഷന് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെങ്ങനെ വോട്ടർ പട്ടിക ചോദ്യം ചെയ്യും എന്നാണ് സ്വാഭാവിക ചോദ്യം. 0 അപ്പീൽസ് ഫ്രം എനി ഓഫ് ദ 38 ഡിസ്ട്രിക്ട്സ്. 38 ജില്ലകളിൽ ഒന്നിൽ നിന്ന് പോലും അപ്പീലുകളില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താപത്രികയിൽ പറയുന്ന പ്രധാന വരി. ബീഹാറിൽ ഉയരേണ്ട ആദ്യ ചോദ്യം നിസ്സാരമാണ്. എന്തിനായിരുന്നു ഇത്ര തിടുക്കപ്പെട്ട് SIR നടപ്പാക്കിയത് എന്നാണ് ആ ചോദ്യം. 10 വർഷം കൂടുമ്പോൾ നടത്തേണ്ട സെൻസസ് നടത്താത്ത സർക്കാരാണ്. 2021 നടക്കേണ്ട സെൻസസ് 2025 അവസാന മാസങ്ങളിലേക്ക് എത്തിയിട്ടും നടപ്പാക്കിയിട്ടില്ല. അതിനാൽ രാജ്യത്തെ ജനസംഖ്യ എത്രയാണെന്ന് ആർക്കും കൃത്യമായ വിവരമില്ല. ചൈനയെ മറികടന്നു എന്നൊക്കെ കമ്മതി കണക്കെടുത്ത് പറയാം എന്നേ ഉള്ളൂ. അത് ശരിയാണോ എന്ന കാര്യത്തിൽ സർക്കാരിന് പോലും ഉറപ്പില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നോട്ട് നിരോധനം പോലെ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കേണ്ട ആവശ്യമെന്തായിരുന്നു? സമയമെടുത്ത് ഓരോ വോട്ടർമാരെയും തേടിപ്പിടിച്ച് അവർക്ക് പറയാനുള്ളത് കേട്ട് അവർക്ക് രേഖകൾ സംഘടിപ്പിക്കാനുള്ള സാവകാശം കൊടുത്തു മതിയായിരുന്നില്ലേ വോട്ടർ പട്ടിക പരിഷ്കരണം? പൗരന്മാരോട് ബഹുമാനമുള്ള സംവിധാനം അങ്ങനെയല്ലേ പെരുമാറേണ്ടത്? ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത് എന്ന തത്വമല്ലേ ഇവിടെ ലംഘിക്കപ്പെട്ടത്? എല്ലാത്തിനും മേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നല്ലേ പറയാൻ ശ്രമിച്ചത്? ബീഹാറിന് പിന്നാലെ ഇതേ നടപടികൾ വരാൻ പോകുന്ന സംസ്ഥാനങ്ങളുണ്ട്. കേരളവും ബംഗാളും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ചിട്ടുണ്ട്. ബീഹാറിൽ ഉയർന്ന പരാതികൾ ഇവിടെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കരുതൽ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1992 2002 ആധാരമാക്കട്ടെ. പക്ഷേ 2025 വോട്ട് ചെയ്ത എല്ലാവരും പട്ടികയിൽ ഉണ്ടാകണം എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന ആ പട്ടികയാവണം ഇവിടെ പരിശോധനയ്ക്ക് ഉപയോഗിക്കേണ്ടത്. അത് ചെയ്യേണ്ടത് സ്വന്തം ഉത്തരവാദിത്തമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുക്കണം. ഒരാൾക്ക് പോലും വോട്ട് നിഷേധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഉറപ്പാക്കേണ്ടത്. ഓരോ ബൂത്തിലും അവിടുത്തെ വോട്ടർമാർ മാത്രമാണ് വോട്ട് ചെയ്യുന്നത് എന്നും ഉറപ്പാക്കണം. ആയാരാമന്മാർക്കും ഗേയാരാമന്മാർക്കും വോട്ട് ചെയ്യാനുള്ളതാകരുത് നമ്മുടെ തെരഞ്ഞെടുപ്പ്. തോന്നിയതുപോലെ വോട്ട് മാറ്റാൻ ആരെയും അനുവദിക്കാനും പാടില്ല. വ്യക്തമായ കാരണങ്ങളില്ലാതെയുള്ള വോട്ടുമാറ്റം ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം എത്ര പരാതി ഉന്നയിച്ചിട്ടും കാര്യമില്ല. ആ വോട്ടിന്റെ ഫലം അനുസരിച്ചുള്ള സർക്കാർ അധികാരമേറ്റിട്ടുണ്ടാകും. പിന്നീട് പറഞ്ഞ് കരയാം എന്നല്ലാതെ ഒരു കാര്യവുമില്ല. ബീഹാറിൽ ഇത്ര വലിയ വോട്ട് ഷിഫ്റ്റ് ഉണ്ടാകാൻ മാത്രം എന്തു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. എന്നാൽ സാമൂഹികമായ ഒന്നുണ്ടായി. 1.25 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തിയ 10,000 രൂപയാണത്. അതുകൊണ്ട് സർക്കാരിന് അനുകൂലമായ തരംഗം ഉണ്ടായി വരാം. എന്നാൽ ഇത്ര വലിയ ചാഞ്ചാട്ടം സാധിക്കുമെങ്കിൽ ഇനി ഭരിക്കുന്ന സർക്കാരുകൾക്കെല്ലാം തുടർ ഭരണം കിട്ടും. ഖജനാവിൽ നിന്ന് 10,000 വീതം എടുത്തു വീശിയാൽ ആർക്കും ഭരണം കിട്ടുമെങ്കിൽ പിന്നെന്തു വേണം? ഒരു 10,000 കോടി ഇതിനായി വായ്പ എടുത്താലും നഷ്ടമില്ല. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.